വർഷക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. ഏഷ്യയിലേക്കും ഓഷ്യാനിയയിലേക്കുമുള്ള അപ്പസ്തോലിക യാത്രയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ജക്കാർത്തയിലെത്തി. പാപ്പയുടെ 45ാമത് അപ്പസ്തോലിക യാത്രയാണിത്. ഇന്തോനേഷ്യയ്ക്ക് പുറമെ പാപ്പുവ ന്യൂഗിനിയ, തിമൂർ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളും മാർപ്പാപ്പ സന്ദർശിച്ചു. സൗഹൃദ ടണൽ അഥവാ ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിന്റെ കവാടത്തിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസ്രുദ്ദീൻ ഉമറും ചേർന്ന് മതനേതാക്കളെ സ്വീകരിച്ചപ്പോൾ അത് ചരിത്രമായി. വെളിച്ചത്തിലേക്കുള്ള തുരങ്കമെന്നാണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. മതസൗഹാർദ്ദം അത്രമേൽ ഊട്ടിയുറപ്പിക്കുന്ന ഒരു തുരങ്കം. എന്താണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ്? തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ ജക്കാർത്തയിലെ ഇസ്തിക്ലാൽ മോസ്കിനെയും സെന്റ് മേരി ഓഫ് അസംഷൻ കത്തീഡ്രലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തുരങ്കമാണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ നടത്തുന്ന 12 ദിന സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാർപ്പാപ്പ ഇന്തോനേഷ്യയിലെത്തിയത്. സംഘർഷങ്ങൾക്ക് തിരികൊളുത്താൻ മതത്തെ ഉപയോഗിക്കുന്നതിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസ്രുദ്ദീൻ ഉമറും ഒരുമിച്ച് മുന്നറിയിപ്പ് നൽകി. ഇന്തോനേഷ്യയിലെ 6 അംഗീകൃത മതങ്ങളുടെ നേതാക്കൾക്ക് മുമ്പിൽ നടത്തിയ പ്രസംഗത്തിൽ ഐക്യത്തിന്റെ സന്ദേശമാണ് മാർപ്പാപ്പ നൽകിയത്. ജക്കാർത്തയിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മാർപ്പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ 80,000-ഓളം പേരാണ് പങ്കെടുത്തത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട നമ്മളാണ് ജനങ്ങളെ അവരുടെ ജീവിതത്തിന്റെ തുരങ്കങ്ങളിൽ മുന്നോട്ട് നടക്കാൻ സഹായിക്കേണ്ടതെന്ന് പള്ളിക്കും ചർച്ചിനുമിടയിലുള്ള തുരങ്കപാതയെ സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. അവർക്ക് വെളിച്ചത്തിലേക്ക് പാത തുറന്നു കൊടുക്കണം. യുദ്ധങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി മതങ്ങളെ ദുരുപയോഗം ചെയ്യാറുണ്ട്. ഓരോ മനുഷ്യജീവന്റെയും ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ കാലത്ത് സാഹോദര്യം കൊണ്ടാണ് നമ്മൾ പ്രതികരിക്കേണ്ടതെന്നും മാർപ്പാപ്പ ഉണർത്തി. നാനാത്വത്തിൽ ഏകത്വമെന്ന ഇന്തോനേഷ്യയുടെ സന്ദേശം എന്നും ഉയർത്തിപ്പിടിക്കാനാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്റർഫെയ്ത്ത് സമ്മേളനത്തിന്റെ പ്രമേയ പ്രഖ്യാപനമായി ജോയിന്റ് ഡിക്ലറേഷൻ ഓഫ് ഇസ്തിക്ലാൽ 2024 ഇമാമിനൊപ്പം ഒപ്പുവെച്ചാണ് മാർപ്പാപ്പ മടങ്ങിയത്. അതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നേരെ ആക്രമണം നടത്താൻ പദ്ധതിയെട്ടുന്ന സംശയത്തെ തുടർന്ന് 7 പേരെ ഇന്തോനേഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു. Gli altri luoghi di culto sono spazi di dialogo, spazi di rispetto reciproco, spazi di armonica convivenza tra le religioni e le diverse sensibilità spirituali. Questo è un grande dono che ogni giorno siete chiamato a coltivare, perché l'esperienza religiosa sia punto di riferimento di una società fraterna, pacifica e mai motivo di chiusura o scontro. Vi incoraggio a proseguire su questa strada che tutti insieme, ciascuno coltivando la propria spiritualità e praticando la propria religione, possiamo camminare alla ricerca di Dio e contribuire a costruire società aperte, fondate sul rispetto reciproco e sull'amore vicendevole, capaci di isolare le rigidità, i fondamentalismi, gli estremismi, che sono sempre pericolosi e mai giustificabili. Ci ricorda una cosa importante, che gli aspetti visibili della religione, i riti, le pratiche e così via, sono un patrimonio tradizionale che va tutelato e rispettato. Ma ciò che sta sotto, quello che scorre in modo sotterraneo, proprio come il tunnel dell'amicizia, potremmo dire la radice comune a tutte le sensibilità religiose, è una sola: la ricerca dell'incontro con il divino, la sete di infinito che l'Altissimo ha posto nel nostro cuore, la ricerca di una gioia più grande e di una vita più forte di ogni morte, che anima il viaggio
della nostra vita e ci spinge a uscire dal nostro io per andare all'incontro con Dio. Non impoveritevi mai di questa ricchezza così grande, anzi, in essa assumiamo con responsabilità le gravi, talvolta drammatiche crisi che minacciano il futuro dell'umanità, in particolare le guerre e i conflitti, purtroppo alimentati anche dalla strumentalizzazione religiosa, ma anche la crisi ambientale, diventata un ostacolo per la crescita e la convivenza dei popoli. ഇന്തോനേഷ്യയിലെ സന്ദർശനം പൂർത്തിയാക്കിയതിന് പിന്നാലെ സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ തെക്കൻ പസഫിക് ദ്വീപുരാജ്യമായ പാപ്പുവ ന്യൂഗിനിയയിലെത്തി. 1984 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഇതിനു മുമ്പ് പാപ്പുവ ന്യൂഗിനിയ സന്ദർശിച്ചിട്ടുള്ളത്. ജക്കാർത്തയിൽ നിന്ന് 6 മണിക്കൂർ യാത്ര ചെയ്ത് പോർട്ട് മൊർസിബി വിമാനത്താവളത്തിലിറങ്ങിയ പാപ്പയെ പീരങ്കി സല്യൂട്ട് നൽകി സ്വീകരിച്ചു. അതിനിടെ നിലവിൽ തെക്കൻ പസഫിക് ദ്വീപുരാജ്യമായ പാപ്പുവ ന്യൂഗിനിയിൽ പര്യടനം നടത്തിയ പാപ്പ ഞായറാഴ്ച കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിദൂര ഗ്രാമം സന്ദർശിച്ചു. ഓസ്ട്രേലിയൻ വ്യോമസേനയുടെ ചരക്കു വിമാനത്തിൽ 1000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് 12,000 പേർ താമസിക്കുന്ന വമിനോ ഗ്രാമത്തിലേക്ക് പാപ്പ എത്തിയത്. അവിടുത്തെ വിശ്വാസ സമൂഹത്തെ പാപ്പ കണ്ട് മെഡിക്കൽ സഹായങ്ങൾ വിതരണം ചെയ്തു. അതിനുശേഷം തെക്ക് കിഴക്കൻ ഏഷ്യൻ ദ്വീപുരാജ്യമായ കിഴക്കൻ തിമോറിൽ സന്ദർശനം നടത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. കത്തോലിക്ക വിശ്വാസികൾ അധിവസിക്കുന്ന കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രമായ കിഴക്കൻ തിമോറിൽ ഇത് 2ാം തവണയാണ് ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ മാർപ്പാപ്പ സന്ദർശനത്തിനായി എത്തിയത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനിടെ 7.5 ലക്ഷം വിശ്വാസികളെ പങ്കെടുപ്പിച്ച് ചൊവ്വാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ കുർബാന നടന്നു. കിഴക്കൻ തിമോർ തലസ്ഥാനമായ ദില്ലിയിൽ തിങ്കളാഴ്ച വിമാനമിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രസിഡന്റ് ജോസ് മാനുവൽ റമോസ് ഹോർട്ടയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. 12 ദിന ഏഷ്യ പസഫിക് സന്ദർശനത്തിന്റെ ഭാഗമായാണ് മാർപ്പാപ്പ ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിനിടെ കൊല്ലപ്പെട്ട തിമൂറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടക്കം ചെയ്ത ടാസിത്തോലുവിൽ വെച്ചാണ് ചൊവ്വാഴ്ച മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ കുർബാന നടന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനം പൂർത്തിയാക്കി മാർപ്പാപ്പ തുടർന്ന് സിംഗപ്പൂരിലേക്ക് പോയി. തെക്കുകിഴക്കൻ ഏഷ്യയിലും ഓഷ്യാനയിലുടനീളവുമുള്ള 12 ദിവസത്തെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സിംഗപ്പൂരിൽ എത്തിച്ചേർന്നു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് പ്രാദേശിക സമയം 2:52 കിഴക്കൻ തിമോറിൽ നിന്ന് ദില്ലി എയ്റോ വിമാനത്തിൽ പാപ്പ സിംഗപ്പൂരിൽ എത്തിയത്. സിംഗപ്പൂരിന്റെ സാംസ്കാരിക യുവജന കാര്യക്ഷേമ വകുപ്പ് മന്ത്രി എഡ്വിൻ ടോങ്ങും പ്രാദേശിക സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്ന് പാപ്പയെ പൂക്കൾ നൽകി സ്വീകരിച്ചു. രാജ്യത്തെ രാഷ്ട്രീയാധികാരികളുമായുള്ള പൊതു സ്വകാര്യ കൂടിക്കാഴ്ചയും ദേശീയ സ്റ്റേഡിയത്തിൽ വിശുദ്ധ കുർബാനയും ഉൾപ്പെടെ തിരക്കാർന്ന 2 ദിനങ്ങളായിരുന്നു സിംഗപ്പൂരിൽ. പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ്, മുൻ പ്രധാനമന്ത്രി ലീ സിയാൻ ലൂങ് എന്നിവരുമായും ഫ്രാൻസിസ് പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടത്തി. സിംഗപ്പൂർ സന്ദർശിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ഇരിപ്പിടമായി ഉപയോഗിച്ചത് ഇന്ത്യൻ വംശജ നിർമ്മിച്ച കസേരകളാണ്. 44-കാരനായ ഗോവിന്ദരാജ് മുത്തയ്യ കൈകൊണ്ട് നിർമ്മിച്ച 2 കസേരകളാണ് സന്ദർശനത്തിനിടെ നടത്തുന്ന മതപരമായ ചർച്ചകളിൽ പാപ്പ ഉപയോഗിച്ചത്. ജൂലൈ അവസാനമാണ് പാപ്പയ്ക്കായി കസേരകൾ നിർമ്മിക്കാനുള്ള ദൗത്യം സിംഗപ്പൂരിലെ റോമൻ കത്തോലിക്ക സഭ മുത്തയ്യയെ ഏൽപ്പിച്ചത്. സിംഗപ്പൂരിൽ നിന്നായിരിക്കും വത്തിക്കാനിലേക്ക് അദ്ദേഹം മടങ്ങുക. ഇതാദ്യമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനത്തിനായി വത്തിക്കാനിൽ നിന്ന് മാറി നിൽക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നണിക്കും അതീതനാണ്. പാർട്ടിയുടെയും ഘടക കക്ഷികളുടെയും അതൃപ്തി മറികടന്ന് ആരോപിതനായ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണ്? ഈ സ്വാധീനത്തിന് പിന്നിലെ രഹസ്യമറിയാൻ കേരള ജനതയ്ക്ക് താല്പര്യമുണ്ട്. ഇത്ര വലിയ ബ്ലാക്ക് മെയിലിങ്ങിന് മുഖ്യമന്ത്രി വിധേയനാകുന്നതിന്റെ കാരണം വ്യക്തമാക്കണം. ADGPയുടെ പല പ്രശ്നങ്ങൾ ഉന്നയിച്ചെങ്കിലും അജിത് കുമാർ നടത്തിയ RSSുമായുള്ള കൂടിക്കാഴ്ചയാണ് ഏറ്റവും വിവാദമായത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ LDF യോഗത്തിൽ ഘടക കക്ഷികളുടെ ആവശ്യത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളെ വിമർശിച്ചു. അഡീഷണൽ DGP അജിത് കുമാറിനെ മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞതോടുകൂടി LDFിലെ ഘടകകക്ഷികളെക്കാൾ ഈ സർക്കാരിൽ സ്വാധീനമുള്ളത് RSSനാണ് എന്നൊന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുക. ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും തന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല
ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം RSS നേതാക്കളെ കണ്ട് ചർച്ച നടത്തി എന്ന് ADGP സമ്മതിച്ചിട്ട് പോലും ഒരു വിശദീകരണം ചോദിക്കാനോ ഒരു നടപടിയെടുക്കാനോ തയ്യാറല്ല. അല്ല, പൂർണ്ണമായി സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം RSSും CPMും തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായി നടപടിയെടുത്താൽ അത് RSSനെ മുറിപ്പെടുത്തും, RSSനെ വേദനിപ്പിക്കും എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നത്. അജിത് കുമാറിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സത്യസന്ധനായ മറ്റൊരു ഉദ്യോഗസ്ഥൻ മലപ്പുറം SP ഇതുവരെ ഒരു മോശം ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത, ഒരു അഴിമതി ആരോപണം പോലും ഇല്ലാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെതിരായി നടപടിയെടുത്തു. അത് ഭരണകക്ഷി MLA 10 ദിവസമായി തുടർച്ചയായി സർക്കാരിനെതിരായിട്ട് ആഞ്ഞടിക്കുകയാണ്. ആ ഭരണകക്ഷി MLA തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത്. എല്ലാ ആരോപണങ്ങളുടെ നടുവിൽ നിൽക്കുന്ന RSS നേതാക്കളെ നിങ്ങൾക്ക് വേണ്ടി കണ്ടയാളെ നിങ്ങൾ സംരക്ഷിക്കുകയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണോ നിങ്ങൾ പോലീസ് സേനയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ്? പോലെ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസിനെ ഏറാൻ മൂളികളുടെ സംഘമാക്കി മാറ്റുകയാണ് പിണറായി വിജയനും സംഘവും ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. LDFിൻ്റെ അജണ്ടയിൽ പോലും ഈ വിഷയമില്ല. അപ്പോൾ LDF എന്താണ്? LDF എന്തായി മാറി? എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് അതിലെ ഘടകകക്ഷികൾക്കുള്ളത്. ഈ ഏകാധിപത്യം CPMൻ്റെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം CPMൻ്റെ മീതെ മാത്രമല്ല ഘടകകക്ഷികളുടെ മീതെ പോലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. താൻ പറയുന്നതെല്ലാം കേട്ട് നടക്കുന്ന ആളുകളോട് അസാധാരണമായ ഒരു കരുതലാണ് ഉള്ളത് എന്നുകൂടി ഇതിലൂടെ വ്യക്തമായിരിക്കുക. LDF ഘടക കക്ഷികളുടെ കടുത്ത സമ്മർദ്ദം തള്ളി ADGP MR അജിത് കുമാറിനെ അസാധാരണ സംരക്ഷണം തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSS ബന്ധവും സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും കൊലപാതകവും അഴിമതിയും ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഉയർന്നിരിക്കുന്നത്. കേരളത്തിൽ രാഷ്ട്രീയ അട്ടിമറി നടത്താൻ ADGP അജിത് കുമാർ ശ്രമിച്ചുവെന്ന ആരോപണവുമായി PV അൻവർ MLA. സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രം പോരെന്നും അജിത് കുമാറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ ഊഴമിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന്റെ അടിസ്ഥാനം എന്താണ്? ADGPക്കെതിരായ അന്വേഷണത്തിന് സമയം വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ അത് മനസ്സിലാക്കാം. അതിനർത്ഥം അന്വേഷണം അനന്തമായി നീണ്ടുപോകാം എന്നല്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഒരു വട്ടം പറഞ്ഞാലും പലവട്ടം പറഞ്ഞാലും നിലപാടാണ്. ആ നിലപാടിന് മാറ്റമില്ല. ADGP എന്തിനു വേണ്ടി വീണ്ടും നടന്ന് കാണുന്നു RSS നേതാക്കളെ ഊഴമിട്ട് ആണ് വിഷയം. കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്ക് RSSന്റെ മേധാവികളുമായിട്ട് ഇത്തരം കൂടിക്കാഴ്ചയ്ക്ക് എന്താ അടിസ്ഥാനം? ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ആ ചോദ്യം ശരിയാണ്. അതുകൊണ്ട് നിലപാടിലൊരു മാറ്റത്തിൻ്റെ കാര്യമില്ല. നിലപാട് മാറിയിട്ടില്ല. മുന്നോട്ടുമില്ല, ഞാൻ പറഞ്ഞല്ലോ, മുന്നോട്ടുമില്ല, പുറകോട്ടുമില്ല. നിലപാടാണ്. രാഷ്ട്രീയം അറിയാൻ വയ്യ, അതുകൊണ്ട് തന്നെ അവർക്കറിയില്ല രാഷ്ട്രീയം. LDFിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും നിലപാടിൻ്റെയും ആശയത്തിൻ്റെയും ഏറ്റവും കരുത്തുറ്റ ഭാഗമാണ് CPI. ആ CPIയെ ആരെങ്കിലും മാടി വിളിച്ചാൽ അതിൻ്റെ പുറകെ പോകാൻ നിൽക്കുന്ന പാർട്ടിയല്ല CPI. CPIയുടെ നിലപാട് LDF രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയാണ്. LDFിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ, ഇടതുപക്ഷ ആശയങ്ങളെ, ഇടതുപക്ഷ ശരികളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ പാർട്ടിയാണ് CPI. ആ പ്രതിജ്ഞാബദ്ധമായ പാർട്ടിയെ ആരും ഇങ്ങനെ നൊടിച്ചു വിളിച്ചാൽ പോകുന്ന പാർട്ടികളെന്ന കാര്യം ഹസനും കൂട്ടുകാരും അറിഞ്ഞാൽ മതിയാകുള്ളൂ. ഹസൻ ചെയ്യേണ്ട കാര്യം സ്വന്തം UDFിലെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുക, അല്ലാതെ വേറെ ഒരുപാട് ചിന്തിച്ച് അദ്ദേഹത്തിന് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. ഇന്നലെ LDF ഘടകത്തിന്റെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഈ വിഷയം ഉന്നയിച്ചു, അത് LDF സമ്മതിക്കുന്നു, മുഖ്യമന്ത്രി പറഞ്ഞു DGP പരിശോധിക്കുന്നു, മുഖ്യമന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ കാര്യമാണ് ADGP RSS മേധാവിക്കുന്നത്. അതെങ്ങനെയാണ് DGP പരിശോധിക്കുക? അതൊക്കെ എന്തും ആയിക്കോട്ടെ, ഗവൺമെൻറ്റിന് നീങ്ങേണ്ടത് ആ വഴിക്ക് തന്നെയാണ്. അതുകൊണ്ട് അല്പം കൂടെ സമയം വേണമെങ്കിൽ സമയം എടുക്കട്ടെ. പക്ഷെ നിലപാട് തന്നെയായിട്ട് ഒരു മാറ്റമില്ല. അതിനിടെ 4 ദിവസത്തെ അവധി ADGP പിൻവലിച്ചു. വിവാദം മുറുകുന്നതിനിടെയാണ് ശനിയാഴ്ച മുതൽ 4 ദിവസം അവധിയെടുക്കാനുള്ള തീരുമാനം അജിത് കുമാർ മാറ്റിയത്. മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ മാറ്റിയതിന് പിന്നാലെയാണ് തീരുമാനം. അവധി നീട്ടാനുള്ള ആവശ്യം നേരത്തെ സർക്കാർ തള്ളിയിരുന്നു.
അവധിയെടുക്കുന്നത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആക്ഷേപം PV അൻവർ അടക്കം ഉന്നയിച്ച സാഹചര്യത്തിലാണോ പിന്മാറ്റമെന്ന് വ്യക്തമല്ല. വിവാദങ്ങൾക്ക് മുമ്പ് ചില സ്വകാര്യ ആവശ്യങ്ങൾക്കായിരുന്നു അവധി ചോദിച്ചിരുന്നത്. അൻവറിനൊപ്പം അജിത് കുമാറിന്റെയും പരാതി ഉള്ളതിനാൽ അജിത് കുമാറിന്റെയും മൊഴി DGP രേഖപ്പെടുത്തി. അപ്പോഴും അൻവറിന്റെ പരാതിയിലെ അന്വേഷണത്തിനപ്പുറം RSS കൂടിക്കാഴ്ചയിൽ ADGPക്കെതിരെ നടപടി എന്ത് എന്ന ചോദ്യം ഇനിയും ഉത്തരമില്ലാതെ തുടരുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ അഭിമാനപ്പൊട്ടാണ് മായുന്നത്. സാധാരണക്കാരന്റെ ജീവിതത്തിന് ആദ്യ പരിഗണന നൽകുകയും അത് രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം പിന്തുടർന്ന നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. കറതീർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPM ജനറൽ സെക്രട്ടറിയുമാണ് സീതാറാം യെച്ചൂരി. നെഞ്ചിലെ അണുബാധയെ തുടർന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. JNUവിലെ കാലമാണ് യെച്ചൂരിയിലെ രാഷ്ട്രീയക്കാരനെ പാകപ്പെടുത്തിയത്. പടിപടിയായി ഉയർന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന ശബ്ദമായും മികച്ച പാർലമെന്റേറിയനായും അദ്ദേഹം പേരെടുത്തു. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇടതുപക്ഷത്തിന്റെ വെളിച്ചമായിരുന്നു യെച്ചൂരിയെന്ന് പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്ത അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. മികച്ച പാർലമെന്റേറിയനായി കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയായിരുന്നു യെച്ചൂരിയെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. യെച്ചൂരിക്കൊപ്പം കൈപിടിച്ചു നിൽക്കുന്ന ചിത്രവും മോദി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ വേദന പങ്കുവെച്ച് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്ത്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുള്ള ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകനായിരുന്നു യെച്ചൂരി എന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വിവരിച്ചത്. ഞങ്ങൾ നടത്തിയിരുന്ന നീണ്ട ചർച്ചകൾ ഇനി തനിക്ക് നഷ്ടമാകുമെന്ന് രാഹുൽ പറഞ്ഞു. ദുഃഖത്തിന്റെ ഈ വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അനുയായികൾക്കും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കി. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലായിരിക്കെയാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചത്. കഴിഞ്ഞ മാസം 19-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത്. നില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദില്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ യെച്ചൂരി JNUവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. JNUവിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി. 1974-ൽ SFIയിൽ അംഗമായി. 3 വട്ടം JNU സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി. JNUവിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ഒളിവു ജീവിതം മൂലം പൂർത്തിയാക്കാനായില്ല. അടിയന്തരാവസ്ഥ കാലത്ത് 1975-ൽ അദ്ദേഹം അറസ്റ്റിലായി. 1984-ൽ 32-ാം വയസ്സിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായത്. 1988-ൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. 1992-ൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. പിന്നീട് 2015-ൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കരാട്ടിൽ നിന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു. 2018-ൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും CPM ദേശീയ അധ്യക്ഷനായി. 2022-ൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3-ാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും അശാന്തമാകുന്നു. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ വെടിവെപ്പുകളും. എന്താണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്? സാമുദായിക വിദ്വേഷത്തിലേക്ക് നയിച്ചതെന്ത്? സംസ്ഥാനത്ത് പ്രബലമായ മെയ്തൈ വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണമെന്നും പറ്റില്ലെന്നുമുള്ള ഏറ്റുമുട്ടലാണ് മണിപ്പൂരിനെ പോരാട്ട ഭൂമിയാക്കി മാറ്റിയത്. സമാധാനാന്തരീക്ഷം ചുട്ടുചാമ്പലാക്കി മണിപ്പൂരിൽ കത്തിയാളുന്നത് സാമുദായിക വിദ്വേഷം. മെയ്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷത്തിന് 2023 മെയ് 3-നാണ് തുടക്കം കുറിച്ചത്. മെയ്തൈ വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നതോടെയാണ് സംഘർഷം രൂക്ഷമായത്. 2 യുവതികളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയതായുള്ള വാർത്ത പുറത്തു വന്നതോടെ മണിപ്പൂർ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറി. മണിപ്പൂരിൽ ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്ത് 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയിരുന്നു. സോഷ്യൽ മീഡിയകളിൽ കൂടി വിദ്വേഷം പടർത്തുന്ന ചിത്രങ്ങളും പ്രസംഗങ്ങളും പ്രചരിപ്പിക്കുന്നത് തടയാനും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കാനും വേണ്ടിയാണ് സർക്കാർ ഇന്റർനെറ്റ് റദ്ദാക്കുന്നത്. സെപ്റ്റംബർ 10 വൈകിട്ട് 3 മണി മുതൽ സെപ്റ്റംബർ 15 വൈകിട്ട് 3 വരെയാണ് സേവനം നിർത്തിവെക്കുന്നതെന്ന് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. കുക്കി മേത്തൈ വിഭാഗങ്ങൾക്കിടയിൽ ആഭ്യന്തര സംഘർഷം ഉടലെടുത്ത് 1 വർഷത്തിലേറെ ആയിട്ടും
സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മാത്രം മണിപ്പൂരിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച ഇംഫാലിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധം സംഘർഷത്തിൽ അവസാനിച്ചതോടെയാണ് ഇംഫാലിലും പരിസര പ്രദേശങ്ങളിലും കർഫ്യൂ ഏർപ്പെടുത്തിയത്. കലാപകാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഇംഫാലിൽ രാജ്ഭവന് നേരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതിനു പിന്നാലെയാണ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ മണിപ്പൂർ വിട്ടത്. നിലവിൽ അദ്ദേഹം ഗുവാഹട്ടിയിലാണ് ഉള്ളതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ രാജ്ഭവൻ വൃത്തങ്ങൾ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. മണിപ്പൂർ സർക്കാരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും DGPയെയും നീക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അസം ഗവർണറായ ലക്ഷ്മൺ പ്രസാദിനെ നിലവിൽ മണിപ്പൂരിന്റെ അധിക ചുമതലയാണ്. വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും താൽപര്യം മുൻനിർത്തി ഉചിത നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവർണർ ഉറപ്പു നൽകിയെങ്കിലും സംസ്ഥാനത്ത് സംഘർഷഭീതി തുടരുകയാണ്. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.